എന്താ ചെറു അവിടെ തന്നെ കുത്തിയിരിക്കണ? ടിവിയും റേഡിയോ ഒന്നും കിട്ടിയില്ലേ ചീത്തയാക്കാൻ? ഞാൻ രാവിലെ തന്നെ അച്ഛൻ്റെ അതിഥിയിലോട്ട് കയറിക്കോ. ഒരു തമാശ പറഞ്ഞല്ലേ. എന്റെ പ്രൊഫഷനെ തൊട്ടുള്ള തമാശ ഒന്നും വേണ്ട. ഇനി ഞാൻ തമാശ പറയില്ല. അയ്യോ അല്ല മക്കളെ, മോൾക്ക് തമാശയൊക്കെ പറഞ്ഞു അച്ഛൻ ഇഷ്ടമാണ് കേട്ടാ. മാമനുണ്ടായിരുന്ന എന്ത് രസായന. എന്ത് രസം? ഓ മാമൻ ഈ ഇടക്കാലത്തൊന്നും. മാമ, ഞാൻ മാമന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. മക്കള് മാമനെ കാണാതെ ബോറടിച്ചിരിക്കായിരുന്നു. ശരിക്കും ബോറടിച്ച് ചത്തു. ആ ഇനിയിപ്പോ അച്ഛൻ ബോറടിച്ച് ചാവും. അതെന്നുള്ള ഒരു ടെൻഷൻ, ഒരു മൂഡ് ഓഫ്. നീ വന്നോണ്ടായിരിക്കും. മാമ, അച്ഛനോട് സംസാരിക്കണ്ട, ഭയങ്കര ജാടയാ. ജാടയുടെ എന്ത് തേങ്ങയാണുള്ളത്? തേങ്ങ ഉള്ളവർക്ക് ഇടാനുള്ളതാണോ ജാട? ടെൻഷൻ ആണെങ്കിലും കോമഡി ഒരു കുറവില്ല. അതോ പറമ്പിലെ വാഴക്കൊല വിറ്റതിന്റെ വാഴക്കൊല വിറ്റിന്റെ കായ കടക്ക അടക്കേ കടക്കേ. വാഴക്കൊല വിൽക്കുമ്പോ വെറ്റ അടക്കാണ് കിട്ടണത്. വാഴക്കൊല വിറ്റതിന്റെ തൊട്ടിപ്പുറത്തല്ലേ ആ മുറുക്കാൻ കട. അവിടെ നിന്ന് കുറച്ച് മുറുക്കാൻ മേടിച്ചാ. മുറുക്കാനാ? ഞാൻ ഒന്ന് മുറുക്കട്ടെ. ഏത്? ഇതിപ്പോ മുറുക്കാൻ പറ്റൂല. പിന്നെ എപ്പോ മുറുക്കും? ഇത് മുറുക്കണമെങ്കിൽ നല്ല തണുത്ത വെള്ളത്തില് വെറ്റ ഇടണം. വെറ്റ ഇട്ടിട്ട് അസുരനെ വെട്ടി ദൂരെ കളഞ്ഞ് ലക്ഷ്മി ദേവിയെ പ്രതിഷ്ഠിച്ചിട്ട് വിഷഞരമ്പൊക്കെ മുറിച്ച് കളഞ്ഞ് നല്ല വെണ്ണ പോലെ ഇരിക്കുന്ന ചുണ്ണാമ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് ഗ്രാമ്പും കുറച്ച് ഏലക്കയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മടക്കി ആരാത്? നീയായിരുന്നോ പന്ന കഴിവടം? നീ പറഞ്ഞു എവിടെ കയറി പോണ്ട. ഇങ്ങനെ മുറിക്കാൻ ഒരു സുഖം കിട്ടും. എനിക്ക് ആ സുഖം വേണ്ട. ഞാൻ ഇന്ന് മുറുക്കിട്ടേ പോകുള്ളൂ. ഞാൻ ഒറ്റയിട്. ശരിക്കും മക്കളെ, മാമൻ വേണം അച്ഛന് ദക്ഷിണ വയ്ക്കാൻ. എങ്ങനെ ജോലിയും കൂലിയും ഇല്ലാതെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചതാ. സത്യം പറ, ഇത് മുറുക്കാനാ കാശാ? മുറുക്കാനാ കാശായത്? കാശാണെങ്കിൽ എന്റെ മുമ്പേ കൂടെ കൊണ്ടുപോയിട്ട് എനിക്ക് തരുന്നുണ്ടാ. ഇത് കൊല വിറ്റ കാശ് തന്നെ. ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ടേണ്. അവകാശപ്പെട്ടത് പിന്നെ കൊള്ളാല്ല. ഇതിൻ്റെ അകത്തിരുന്ന് TV റേഡിയോ കുത്തി ശരിയാക്കിയിട്ട് ഒന്നും വർക്ക് ചെയ്യാത്ത പോലെ ഉള്ളതല്ല ഇത്. ഇതേ കൃഷിയുടെ വാഴക്കൊല വിറ്റേണ്ട അളിയനെന്താ അവകാശം പറയാനുള്ളത്? എന്റെ ഭാര്യയുടെ സ്വത്താണ്. എന്റെ ഭാര്യയുടെ സ്വത്താണ്. ഭാര്യയുടെ സ്വത്താണെങ്കിൽ അവിടെ കൊണ്ട് വാഴ കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് പൊട്ടി മുളച്ച് വായും വളർന്നുകൊണ്ട് കൊലയും കറങ്ങി വരില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. അതിന് അളിയനൊരു തേങ്ങ കൊലയും തരൂല. ശിവാ, അപ്പൊ നീ കാശ് തരൂല? കാശറ. എന്ത്? നീ എന്ത് കാശ് തരത്തുണ്ട്? കാശ് തരൂല. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. ആരാ തീരുമാനം? എന്റെ ചേച്ചിയുടെ. ശരി, നിങ്ങൾ തീരുമാനിച്ച് കുടുംബം നടത്തിക്കോ. ഞാൻ ഇറങ്ങിത്തരാം. ഒഴിഞ്ഞു പോവൂ. അല്ലെങ്കിലേ ഒഴിഞ്ഞൊന്നും വേണ്ട, ഇവിടെ തന്നെ കയറി കിടന്നു. ഞങ്ങൾക്കൊന്നും കുഴപ്പമൊന്നും. ഇവിടെ കിടന്നോ. ദാ 75,000 രൂപയുണ്ട് അച്ഛൻ. 1 രൂപ കിട്ടേണ്ടതാണ്. പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ. നല്ല വളമൊക്കെ കിട്ടാണ്. പടല പെട്ടെന്ന് കുറഞ്ഞു. കുഴപ്പമില്ലടാ, ഉള്ളതാവട്ടെ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചേച്ചി. എനിക്കറിയാം നീ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടെന്ന്. അമ്മേ, നമ്മൾ പൈസ വെച്ച് എന്ത് ചെയ്യും? ഒക്കെ ഉണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അമ്മ. അതെ, എനിക്കും കുറച്ച് കാശ് വേണം. ഇവിടെ ഉണ്ടായിരുന്നാ? കണ്ടില്ലായിരുന്നു. എന്തൊക്കെയാണോ ആവശ്യം? കുറച്ച് ചെരുപ്പ്, കുറച്ച് മേക്കപ്പിന്റെ സാധനങ്ങള്, പിന്നെ കുറച്ച് ഡ്രസ്സ് മതി. അവക്കെല്ലാം കുറച്ച് ഡ്രസ്സ്, കുറച്ച് മേക്കപ്പിന്റെ എല്ലാം കൂടെ കുറച്ച് അല്ലേ മകളെ? അതുകൊണ്ട് സമാധാനമുണ്ട്. ആദ്യം നിന്റെ ചേച്ചിക്ക് കുറച്ച് ആഭരണമൊക്കെ മേടിച്ചു വെക്കണം. അവളല്ലേ മൂത്തത്? അല്ല, ഞാനൊരു പെണ്ണല്ലേ, എനിക്കും വേണം കുറച്ച് ഓർണമെന്റ്സ്. നിന്റെ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് വരുമ്പോ അവളുടെ കല്യാണം നടത്തേണ്ടതാ. അപ്പൊ എല്ലാം മേടിച്ചു വെക്കണ്ടേ ഇപ്പൊ കുറേശ്ശെ ആണെങ്കിലും. അമ്മ, എല്ലാവരുടെയും കല്യാണം നടക്കും. എന്റെ കല്യാണം ആകുമ്പോഴത്തേക്കും ഇവിടെ ചട്ടിയും കല്ലൊക്കെ കാണൂ.
ഒച്ചോടാ, മക്കൾ വിഷമിക്കണ്ട. മക്കളെ കല്യാണം അമ്മ അടുത്ത മാസം തന്നെ നടത്തി തരാട്ടാ. നല്ല അമ്മ. ഉമ്മ. ഒയ്യോ, ഒരു കല്യാണക്കാരെ ഞാനെല്ലാം കേട്ടു. അതുകൊണ്ട് എനിക്കൊരു 7500 വേണം. കുറച്ച് ഡാൻസ് കോസ്റ്റ്യൂംസ് എടുക്കാനുണ്ട്. കഴിഞ്ഞോ? എന്ത് പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞ ഇനി ബാക്കി വരുമ്പോ അങ്ങോട്ട് ഉണ്ട് ഇവിടെ. മോനെ കേശുകൂട്ടാ, നിനക്ക് എന്താണോ ഇനി വേണ്ടത്? എനിക്ക് അവസാനം വരെ എന്റെ അന്നം മുട്ടായിരുന്നാ മതി. അന്ന വിചാരം മുന്ന വിചാരം. ആ, എന്റെ കൊച്ചിന് അത്രയൊക്കെയുള്ള ആഗ്രഹം. എന്തായാലും അമ്മ കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതാദ്യം നടക്കട്ടെ. അതിനെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അതൊക്കെ സപ്പോർട്ട് ചെയ്യാം. അതൊക്കെ അമ്മ അറിഞ്ഞ് കൈകാര്യം ചെയ്തോളും കേട്ടാ. കൈകാര്യം ചെയ്തില്ലെങ്കിലേ മാമന് ഞങ്ങള് കൈകാര്യം ചെയ്യും. അത് തന്നെ മക്കളെ, അവസാനം മാമന് അത് തന്നെ വരാൻ പോണേ. നിങ്ങളൊക്കെ വളർന്ന് വലിയ നിലയിലൊക്കെ ആവുമ്പം മാമനെയൊക്കെ അടിച്ചൊതുക്കും. ചേച്ചി, ചില കഴിവന്മാരെ വട്ട വിട്ട് പറക്കണുണ്ട് ഇര പിടിക്കാൻ വേണ്ടിട്ട്. ആ കഴുകനെ വട്ടിട്ട് പറക്കാൻ മാത്രം അറിയാൻ മേലടാ, ഇര പിടിക്കാനൊന്നും അറിയില്ല. ഞാൻ കേട്ട്. കഴുകല്ല, കഴുത, വെറും കഴുത. കാശിന്റെ കാര്യത്തിൽ എനിക്കൊന്നേ പറയാവുള്ളൂ. ഇപ്പൊ നിനക്ക് നിന്റെ അച്ഛനും അമ്മയും നിനക്ക് തന്ന വസ്തു, അതിൽ നിങ്ങൾ കൃഷി വിളയിച്ചുണ്ടാക്കിയ കാശ്, അത് അർഹതയുള്ള നിന്റെ മക്കൾക്ക് കൊടുക്കാം. നിന്റെ മക്കളാ? അല്ല, പിന്നെ എനിക്കും തരാം. സോറി, എന്റെ മക്കളെ തന്നെ. അച്ഛാ, അച്ഛനല്ലേ പറഞ്ഞ അച്ഛന് കാശ് വേണ്ടെന്ന്? അച്ഛൻ ചുമ്മാ പറയണല്ലോ മക്കളെ. അച്ഛൻ വെറും ജോക്കർ കേട്ടാ. അച്ഛന് നിങ്ങളെ കാശൊന്നും വേണ്ട. അച്ഛന് അതിനുള്ള യോഗ്യതയില്ല. അച്ഛന് നിങ്ങളെ സ്നേഹം മാത്രം മതി. പക്ഷെ അതിലൊരു കുറവും കാണിക്കരുത് കേട്ടാ. അത് അച്ഛന് സഹിക്കൂല. അമ്മ എഴുതാനുള്ള പുതിയ നമ്പറാ. പിന്നെ നമ്പർ ഞാൻ വീഴുന്നില്ല നമ്പറിൽ നിന്ന്. അതൊന്നും പറയണ്ട. ചേച്ചി ഒരിക്കൽ നല്ലതുപോലെ വീണത് തന്നെയല്ലേ. അല്ല, ചിലപ്പോ അച്ഛൻ പറഞ്ഞത് ശരിയാണെങ്കിലോ? അച്ഛൻ നന്നായോ? ഒന്നേ കാണുമല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ വീതം കിട്ടണം കേട്ടോ. നിന്റെ വീതം തന്നേക്കാം. ഒന്ന് പോയി തരാവോ? എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടല്ലോ, നമുക്കൊന്നും ഇല്ലല്ലോ ഇവിടെ. എന്തായാലും അച്ഛൻ പറഞ്ഞാൽ ശരിയാ, ഞങ്ങൾക്കും ആ പൈസയുടെ അവകാശം ഉണ്ട്. മിണ്ടായിരുന്നോണം. കുറച്ചു മുന്നേ അവൻ പറഞ്ഞേള് അവൻ അന്നം മുട്ടാതെ നോക്കിയാൽ മതിയെന്ന്. ഇപ്പൊ അവകാശം ചോദിക്കാൻ വന്നിരിക്കണം അവൻ. ഓരോരുത്തർ വലിയ അവകാശം പറഞ്ഞുകൊണ്ട് വരെയാണ്. ഞാൻ ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ ഫലമാണ് ഈ കാശ്. അത് എല്ലാവർക്കും ഓർമ്മ വേണം കേട്ടാ. മാമ, എങ്ങനെ ചോര നീരാവാ? അല്ല, അതിനൊരു മെഷീനും ഉണ്ടോ? അവൻ എപ്പോഴും പറയും ചോര നീരായി, ചോര നീരായി. നീരേ ബാക്കി വല്ല ചോര ഉണ്ടാ? മാറിയില്ല. മിടുക്കി.